ഹാപ്പി ന്യൂ ഇയർ ആയത്. എന്താണ് എന്ന് പറയുന്ന ഒരു പുതിയ വർഷമായിട്ട് ബന്ധപ്പെട്ട്, ഹാപ്പി ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് പല ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. എന്താണ് നിന്റെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. എന്നുവെച്ചാ പ്രാവശ്യം എറണാകുളത്തിനേക്കാളും കൂടുതൽ സ്ഥലങ്ങൾ ഈ കോട്ടയത്ത് ന്യൂ ഇയർ ആഘോഷം ഉണ്ടായിരുന്നു. ചങ്ങനാശ്ശേരിയിലുണ്ടായിരുന്നു, കോട്ടയത്തിൽ ലുലുമാളിലാണ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല, ഞാൻ സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ കോഴിക്കോടില്ലേ? എനിക്ക് വേറെ ജില്ലയുടെ കാര്യം നടത്തില്ല. കോട്ടയത്ത് ഇവിടെ 3 സ്ഥലത്തുണ്ടായിരുന്നു. MRFന്റെ അവിടെ, സ്ഥലപ്പേര് MRF. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു? തിരക്ക് ഭയങ്കര കൂടുതലല്ലേ? ഈ ന്യൂ ഇയർ ആഘോഷം ഓരോ വർഷം കൂടി കഴിയുമ്പോഴത്തേ കുറച്ച് ആഘോഷം, സെലിബ്രേഷൻ കുറച്ച് കൂടി വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? കൂടി വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ കോട്ടയത്ത് അവിടെ ഒന്നും ഞാൻ പോയില്ല. കോട്ടയത്ത് നല്ല രസമായിരുന്നു എനിക്ക് തോന്നുന്നു. വീഡിയോസ് ഒക്കെ കാണുമ്പോ അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ എല്ലാരും സത്യം പറഞ്ഞ ഒരു വർക്ക് പ്രഷറിലും അതിലും ഇതിലൊക്കെ ഇരിക്കുമല്ലേ. അപ്പൊ ഒരു ആവശ്യം വരുമ്പോ എല്ലാരും പോവും. ഞാനിപ്പം ഇവിടെ ലണ്ടനില് ന്യൂ ഇയർ ഞാൻ ഇന്നലെ പോയായിരുന്നു. അപ്പം ഈ ലണ്ടൻ ഐ എന്ന് പറയുന്ന ഒരു സർക്കിൾ, ഒരു ഇതുണ്ട്, ഒരു ജയന്റ് വീൽ. അവിടെയാണ് ന്യൂ ഇയറിന്റെ ആഘോഷം. ഭയങ്കര ക്രൗഡഡ് ആണ്. ടിക്കറ്റ് എടുത്തിരുന്നെങ്കിൽ വ്യൂ സ്പോട്ടിൽ പോയി നമുക്ക് കാണാം ഏത് ഈ ഫയർ വർക്ക്. പക്ഷെ ഞാൻ ടിക്കറ്റ് എടുത്തില്ല. അപ്പം ദൂരെ കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ചെന്ന് നോക്കി. നല്ല തിരക്കായതുകൊണ്ട് പരിപാടി ഒന്നും നടന്നില്ല. ഒത്തിരി ക്രൗഡ് വന്നു കഴിഞ്ഞപ്പം സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻസ് കൂടിയ ഒരു സ്ഥലത്ത് എല്ലാരും കൂടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന്മാര് ഉടനെ തന്നെ ഭാരത് മാതാ കി ജയ് എന്നങ്ങ് വിളിച്ചു. മനസ്സിലായി? അതായത് മുദ്രാവാക്യം വിളിക്കുക. അവിടെ സാഹിബ് മാതാമയെ അവിടെ നിൽക്കുക, പല രാജ്യത്തുള്ള ആൾക്കാർ നിൽക്കുക, യൂറോപ്യൻസും ബാക്കിയുള്ളവരും. ഭാരത് മാതാ അങ്ങ് ഒരു പ്രൊവോക്കേഷനോ ഒന്നുമില്ല, വെറുതെ അങ്ങ് വിളിക്കുക. അപ്പോഴത്തേക്കും കുറച്ചു നേരം ഒരു 3-4 പ്രാവശ്യം അങ്ങ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇവന്മാർ അടി ഉണ്ടാക്കാനുള്ള സീൻ ആയിരിക്കും എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് ബാക്ക് ചെയ്യുന്ന വേറൊരുത്തൻ എന്താണ് അള്ളാഹു അക്ബർ. മനസ്സിലായോ? അതായത് വെറുതെ ഇരിക്കുകയാണ്, വെറുതെ ഒരു ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സമയത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂ ഇയറിന്റെ ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ബ്ലോക്കായി ആൾക്കാര് മുമ്പോട്ട് പോകുന്നില്ല. ക്രൗഡ് മുമ്പോട്ട് പോകാതെ, അതായത് റെയിൽവേ സ്റ്റേഷനകത്തോട്ട് ആൾക്കാർ പോവാ തിരിച്ച്. അപ്പൊ ആ ക്രൗഡ് മുമ്പോട്ട് പോകാതെ ഇങ്ങനെ ബ്ലോക്കായി കിടക്കും. അപ്പൊ പോലീസ് ഇങ്ങനെ കഷ്ടിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുക, കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ആൾക്കാർ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. ആ സമയത്താണ് ഈ പണി കാണിക്കുന്നത്. പിന്നെ പോലീസ് വന്നു, അവരെ പറഞ്ഞ് സെറ്റ് ചെയ്ത് ലെവലാക്കിയിട്ട് വിട്ടു. എന്താ ചെയ്യുന്നത്? ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അവിടെ കേരളത്തിലായിരിക്കും, പക്ഷെ അറിയാലോ. നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം ടോപ്പിക്കിലോട്ട് പോകുന്നുണ്ടല്ലേ. നമുക്ക് കുറച്ചും കൂടി തീർച്ചയായിട്ടും അതൊക്കെ ഇറങ്ങിത്തിരിഞ്ഞേ വരത്തുള്ളൂ. ഇവിടെ ന്യൂ ഇയർ ഞാൻ കോട്ടയത്തൊന്നും പോയില്ലല്ലോ. ഒരുപാട് നല്ല ആഘോഷമായിരുന്നു പറഞ്ഞു. പിന്നെ കോട്ടയത്ത് അവിടെ നല്ല ആഘോഷമാണ്. ചങ്ങനാശ്ശേരിയിലാണ് ഉണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് പോയപ്പോ സത്യം പറഞ്ഞാൽ പോകാൻ തോന്നിയില്ല. കാരണം ഊട്ടിഞ്ഞ ബ്ലോക്കല്ലായിരുന്നോ. ബ്ലോക്കിന് മുന്നേ തന്നെ വണ്ടി നിർത്തി ഞാൻ തിരിച്ചു വീട്ടിൽ പോരാനായിട്ട്. പിന്നെ പോയില്ല അങ്ങോട്ട്. പിന്നെ വണ്ടി സ്ഥലത്ത് ചെല്ലുമ്പോ നടന്നു വെറുതെ. പിന്നെ തിരിച്ചിങ്ങ് പോന്നു. ബ്ലോക്ക് വരുന്നതിന് മുന്നേ ഞാൻ പോകുന്നു. 10-10 ആയപ്പോ ഞാൻ അവിടെ ഇറങ്ങി. ന്യൂ ഇയർ അങ്ങനെ ആഘോഷിക്കാനായിട്ടുള്ള എല്ലാവർക്കും കൊടുത്തേക്കുന്നത്. അന്ന് വർക്കുണ്ടോ എല്ലാവർക്കും? ഫുൾ അവധി? ന്യൂ ഇയറിന്റെ ദിവസം എല്ലാവർക്കും അവധിയും കൊടുത്തേക്കാണ്, എല്ലാ ഓഫീസിനും വർക്കിനും എല്ലാം. അവധി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിള്ളേർക്ക് അവധിയായിരിക്കും, സ്കൂളുകാർക്കൊക്കെ അവധിയായിരിക്കും, സ്കൂൾ പിള്ളേർക്കല്ല അവധിയായിരിക്കും, അല്ലാതെ അവധിയൊന്നും ഇല്ല. പിന്നെ ഇതൊരു ആഘോഷ പരിപാടിയാണല്ലോ. നമ്മൾ മറ്റേ സത്യം പറഞ്ഞാൽ എന്താ കണ്ടിട്ടില്ല, വിജയുടെ മറ്റേ നമ്മൾ പറഞ്ഞ പോലെ വിജയെ കാണാൻ പോകുന്ന പറയുന്ന ന്യൂഇയറൊക്കെ കാണാൻ പോകും. ഈ ക്രൗഡിന്റെ ഇടയ്ക്കെങ്ങാനും വെച്ചേ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, ഞാൻ കോഴിക്കോട്ടെ മറ്റേ ക്രൗഡിന്റെ ഇത് കണ്ടു വീഡിയോ, ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു. ആൾക്കാർ എങ്ങോട്ടാ ഓടുന്നെന്ന് അറിയത്തില്ല, അടിച്ച്. അങ്ങനെയാണ് ഈ ക്രൗഡിൽ തെക്കിപ്പെട്ട ആൾക്കാരെ മരിക്കുന്നു എന്ന് പറയുന്ന ന്യൂസ് നമ്മൾ കേൾക്കുന്നത്. ഇത് സെക്യൂരിറ്റി നോക്കുമല്ലോ, പോലീസുകാരൊക്കെ ഉണ്ടല്ലോ, ഒരുവണ്ടി പോലീസുകാരും അതുമെല്ലാം ഉണ്ട്. സെക്യൂരിറ്റി നോക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ അവര് നോക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല, അതിനെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ടൊന്നും നോക്കിയില്ല, പക്ഷെ നോക്കുന്നുണ്ടായിരിക്കും. കാരണം പപ്പനെ കത്തിക്കുന്ന ബാരിക്കേഡൊക്കെ വെച്ചിട്ട് നല്ല ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്.
ക്രിസ്മസ് പപ്പു എന്താ പുള്ളിയുടെ പേര് ക്രിസ്മസ് പാപ്പയോ ക്രിസ്മസ് പൂപ്പൻ. അയാളും ക്രിസ്മസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതെന്തോ മറ്റേ കൊക്കക്കോള കമ്പനി ഉണ്ടാക്കിയതാണ്ട് ഒരു പരസ്യം കണ്ടാന്ന് തോന്നുന്നു. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ന്യൂസ്? അല്ലേ, അത് ശരിയല്ലേ? എനിക്കറിയത്തില്ല, ഞാൻ കേട്ടിട്ടില്ല. എവിടെയോ എന്തൊക്കെയോ എടുത്തു വെച്ചേക്കുന്നു. പക്ഷെ രസമുണ്ട്. എനിക്ക് ഈ റോഡിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴത്തേന് നമ്മുടെ 2 സൈഡിൽ ലൈറ്റ് ഒക്കെ കാണത്തില്ല, അത് കാണാൻ നല്ല രസമുണ്ട്. രാത്രിയില് ബൈക്കിൽ പോകുമ്പോൾ രസമുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും ഒരു ആൾക്കാർ കൂടുമ്പോ ഒരു ശോകമാണ്. ആൾക്കാർ കൂടുന്നോടത്ത് നിൽക്കാൻ ഒരു മടിയായിരിക്കും. ആൾക്കാർ കൂടി കൂടി. അതായത് ഈ ദുബായിലത്തെ ഈ പ്രാവശ്യത്തെ ദുബായ് അബുദാബി എവിടെയോ അവിടുത്തെ ഫയർ വർക്ക് ഇപ്പം ലോകത്തിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡിലോട്ട് കയറിയിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസ് കേട്ടു. അതായത് 1 മണിക്കൂറാണ് ഫയർ വർക്ക് നീണ്ടത്. ഈ ഫയർ വർക്ക് കൺട്രോൾ ചെയ്യുന്നത് നീ കണ്ടിട്ടുണ്ടോ? അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർമി മറ്റേ മിസൈൽ കൺട്രോൾ ചെയ്യത്തില്ലേ? അതായത് മറ്റേ ഇതുപോലെ തന്നെ ഇവര് റിമോട്ടേലാണ് മറ്റേ ഓഫ്ലൈൻ ആയിട്ട് അല്ല ഓൺലൈൻ ആയിട്ട് ഇവിടെ നിന്ന് ചെയ്ത സോഫ്റ്റ്വെയറും ആപ്പൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് പുറത്ത് നിന്നിട്ടാണ് ഇവരിത് കൺട്രോൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഇത്ര പ്രായമായോണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ഒരു അടിച്ചുപൊളിയിലോട്ട് പറയുന്നത്. എടാ ഞാൻ പറയുന്നത് ഞാൻ പോയപ്പോ ആ ഗ്രൂപ്പ് സർക്കിളിനകത്ത് ഇപ്പോഴും ലേറ്റ് 20s എത്തിയെന്നല്ലേ ഉള്ളൂ. ഞാൻ പറയുന്നല്ലോ, അതായത് ഇപ്പം പറയുന്നുണ്ടല്ലോ, അതായത് 32 വയസ്സ് വരെയാണ് നമ്മുടെ കൗമാരം. പിന്നെ നിന്റെ പ്രശ്നം എന്താണ്? ഞാനവിടെ പോയപ്പോൾ പറഞ്ഞു എന്താ പറഞ്ഞേ? എത്രയും പെട്ടെന്ന് തിരിച്ച് വീട്ടോട്ട് വരാൻ തോന്നിയത്. അതുകൊണ്ടായിരിക്കത്തില്ല, ഒരു ആയിരിക്കും. രസമുണ്ട്. പക്ഷേ ഈ ലൈറ്റും ബഹളവും കുറച്ചുകൂടെ എന്താ പറയുക, നമുക്കൊരു പേടിയുണ്ട് ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് കയറാനായിട്ട്. എന്തിനും വേറെ എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു പേടിയോ, അങ്ങനെ എനിക്ക് ഒരു പേടിയുണ്ട്. ബോധമുള്ള ആൾക്കാരാണ് കുഴപ്പമില്ല. ഈ വെള്ളവും ഡ്രഗും കൂടെ കയറി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നുള്ളതാണ് അറിയാൻ പറ്റാതെ. അല്ല ഓക്കെ. പിന്നെ ബ്ലോക്ക് അല്ലേ, ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഇല്ല, അത് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക്. അതുകൊണ്ട് തന്നെ ഈ ആനയുടെ ഈ അങ്ങനത്തെ പേടിയൊന്നുമില്ല. അല്ലെങ്കിൽ ഉത്സവത്തിന് ഈ തിരക്ക് വരുന്ന സമയത്ത് മറ്റേ തൃശ്ശൂർ പൂരത്തൊക്കെ വരുമ്പോ അടുത്ത വിഷയം വരും. ഇതാവുമ്പോ മനുഷ്യന്മാരുടെ ഇടയുന്ന കാര്യം മാത്രം നമ്മൾ നോക്കിയാണ് അല്ലെ. അതിന് നല്ല ആനയെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാ. എവിടെയൊക്കെ ഓടി ഒളിച്ച് എങ്ങനെയൊക്കെ കച്ചവടം വെക്കും. മറ്റേ നടക്കത്തില്ല. അത് ഈ മറ്റേ എന്റെ ഒരു കൂട്ടാനുണ്ട്, അവന് ട്രിപ്പ് പോകുമ്പോ ആന പേടിയ. ആനയുണ്ട് ഞാൻ ഭാരത്തിൽ. ഞാൻ മനുഷ്യരൊന്നും ആയിരുന്നു. ആന ശല്യപ്പെടുത്തായിരുന്നു. അത് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ വണ്ടി ഒതുക്കി നിർത്തി അല്ലെങ്കിൽ തിരിച്ചു പോയിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വരിക. പെട്ടെന്ന് ആനയുടെ ഫ്രണ്ടിൽ പോയി വേണമെങ്കിലുള്ള പ്രശ്നമുള്ളൂ. പക്ഷെ ഈ മറ്റേ ഒറ്റയാൻ പോലെയുള്ള സാധനങ്ങളുടെ ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ സീനില്ല, ഈ കാട്ടിക്കൂടെയൊക്കെ. ശരി, എന്നാലും മനുഷ്യനെ അത്രയും പേടിക്കേണ്ടതുണ്ട്. ഈ മനുഷ്യൻ കണ്ട ഈ ബുദ്ധിപരമായിട്ട് നമ്മളെ ഓടിച്ചിട്ട് തോന്നുന്നു. ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ടോ? നീ എന്നെ പടം കാണാൻ പോവാ ന്യൂ ഇയർ ആയിട്ട്? പടം കാണാൻ പോണം അടുത്ത ദിവസം. ഏത് പടം പോളെ? ഞാൻ സർവമായ കണ്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ കാണാൻ തോന്നില്ല. നല്ല പടമായിരിക്കും, പക്ഷെ കണ്ടില്ലേ? സർവമായ നല്ലതാ. എനിക്ക് മനസ്സിലായി എല്ലാരും ഒരുമാതിരി ശോകത്തിലിരിക്കുമ്പോ കാണാൻ പറ്റിയ പടമെന്നായിരിക്കുമോ. എല്ലാരും വർക്ക് പ്രഷർ, അത് ഇത് കാര്യങ്ങള്, ലൈഫിലെ ഓട്ടങ്ങള് കടങ്ങള് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോ ഇതൊരു പടം കാണുമ്പോൾ നല്ലൊരു ഫീൽ ആയിരിക്കും. പെട്ടെന്ന് നമ്മുടെ ലൈഫ് പെട്ടെന്ന് മാറും. അല്ലാതെ നമ്മള് ടൈപ്പിനുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ ഒരു രസമുണ്ട്. എനിക്ക് അതിന്റെ തൽഫലസൂത്രനുണ്ട്. ആണോ? ഇത് ന്യൂ ഇയർ ആയിട്ട് ഇറക്കിയ പടമാണോ? അതിന് ക്രിസ്മസിന് ഇറങ്ങിയതല്ലേ? ന്യൂ ഇയർ ആയിട്ട് ഇറക്കിയത്. ക്രിസ്മസ് റിലേഷൻ ഒന്നും ഇല്ല. പിന്നെ നമ്മളോട് സിനിമയെ പറ്റി ചർച്ച ചെയ്യാന്നൊക്കെ പറഞ്ഞ ഒരാൾ വരാൻ പറഞ്ഞിട്ട് അയാള് അധികാരം അയച്ചുകൊണ്ടിരിക്കുക. ഇഷ്ടപ്പെട്ടതല്ലേ പടം? സൂപ്പറാന്ന് പറഞ്ഞിട്ടോ, കിടിലനാന്നൊക്കെ പറഞ്ഞു. അവന്റെയും നിന്റെയും അഭിപ്രായം വെച്ച് സർവ്വമായെ കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയൊക്കെ കുറിച്ച്. ഓക്കെ, എല്ലാരും എൻജോയ് ചെയ്യുക. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ.